Hello, good evening. Hello. Good, good evening. Oh. സോ നമ്മൾ ലാസ്റ്റ് ഡേ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഫയൽ ഡാറ്റാ സെറ്റ് വെച്ചിട്ടായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് കെ മീൻസ് ക്ലസ്റ്ററിങ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് അല്ലേ. വാട്ട് ഈസ് കെ മീൻസ് ക്ലസ്റ്ററിങ് പറഞ്ഞാൽ കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പ്രീ ഡിഫൈൻഡ് നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ആണ് ഇതിൽ നമ്മൾ ഗ്രൂപ്പിങ് ചെയ്യുന്നത് കേട്ടോ. സോ സിമിലർ ഡാറ്റ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിങ് ചെയ്യുവാണ് ഇതിൽ ചെയ്യുന്നത്. സോ പാറ്റേൺസ്, ആ ഒരു ഡാറ്റയിലുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ്, ഡാറ്റേൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലസ്റ്ററിങ് അൽഗോരിതം ആണ് ഇത്, കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. സോ കെ മീൻസിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക ആ ഒരു ഡാറ്റേൻ്റെ പാറ്റേൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കെ വാല്യൂ എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ കൊടുക്കുന്നത്. സോ അത് കെ ആണ് ഇവിടുത്തെ ഹൈപ്പർ പാരാമീറ്റർ വരുന്നത്. സോ അത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്താണ് നോർമലി ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്തു, ഒരു ഫയല് കൊടുത്തിട്ടുണ്ട്, സോറി ഇമ്പോർട്ട്സ് ചെയ്തു ഫസ്റ്റ് സെല്ലിൽ. ഇവിടെ വാണിങ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇഗ്നോർ ചെയ്യാനുള്ള ഇമ്പോർട്ടും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കെ മീൻസ് SQL ക്ലസ്റ്റർ എന്ന് പറയുന്ന മൊഡ്യൂളിലാണ് ഇത് വരുന്നത്, കെ മീൻസ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് വരുന്നത്. സോ നമ്മളത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡാറ്റ ഫ്രെയിമിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ CSV ഫയലിനെ നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്. മൈഗ്രേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ CSV ഫയൽ വരുന്നത്. സോ ഓരോ ഇയറിലും മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരെ കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ദെൻ അത് ആ കൺട്രീൻ്റെ നെയിമും, ഇത്രയാണ് നമ്മുടെ ഡാറ്റ ഉള്ളത്. സോ നമുക്ക് ടാർഗറ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ടൊരു കോളംസിനെ നമുക്ക് പറയാൻ പറ്റില്ല. സോ എന്ത് ചെയ്യണം, നമുക്കിതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. സോ നമ്മൾ ന്യൂ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് എന്തെടുത്തു, ന്യൂമറിക്കൽ കോളംസിനെ മാത്രമായിട്ട് ന്യൂ ഡാറ്റയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. കൺട്രി നെയിം എന്ന് പറയുന്ന കാറ്റഗറിക്കൽ കോളത്തിനെ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. ദെൻ SSE, അതായത് എന്താണ് സം ഓഫ് സ്ക്വയേർഡ് എറേഴ്സ്, നമ്മൾ ആ ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ആ കെ വാല്യൂ നമ്മൾ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. സോ 1 to 15 നമ്പേഴ്സ് ആയിരിക്കും ആ ഒരു ഫോർ ലൂപ്പിൽ വരുന്നത്. ദെൻ എന്താണ് N ക്ലസ്റ്റേഴ്സ്, എത്ര നമ്പേഴ്സ് ഓഫ് ക്ലസ്റ്റേഴ്സ് വെച്ചിട്ട്, അതായത് ഒരു ക്ലസ്റ്റർ ഓരോ ഗ്രൂപ്പിലും എത്ര എണ്ണം വേണം എന്നുള്ളൊരു നമ്പറാണ് നമ്മളവിടെ പാസ് ചെയ്യുന്നത്. സോ കെ മീൻസ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, N ക്ലസ്റ്റേഴ്സ് ഈക്വൽസ് കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഒബ്ജക്റ്റിനെ ഫിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നോർമലി ഒരു അൽഗോരിതം വെച്ച് ചെയ്യുന്ന പോലെ തന്നെ. ദെൻ അത് കഴിഞ്ഞ ശേഷം എന്താണ്, നമ്മൾ ആ ഒരു ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇനേഴ്ഷ്യ യൂസ് ചെയ്യുന്നുണ്ട്. ആ ക്ലസ്റ്റർ ഡാറ്റ എത്രത്തോളം ആ ഒരു ഡാറ്റയിൽ ഫിറ്റ് ആവുന്നുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെഷറാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇനേഴ്ഷ്യ എന്ന് പറഞ്ഞാൽ ആ ഒരു പാരാമീറ്റർ യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനേഴ്ഷ്യ യൂസ് ചെയ്യുന്നത്. സോ ഓരോന്നും അപ്പൻഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താണ് നമുക്ക് കിട്ടുക, എത്രത്തോളം ഫിറ്റിംഗ് ആണ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ അതിൻ്റെ വിഷ്വലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എൽബോ മെത്തേഡ് ആണോ എന്നാണ് നമ്മൾ യൂസ് ലൈക്ക് ചെക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ എൽബോ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂറിസ്റ്റിക് യൂസ് എന്ന് പറയും. അതായത് ക്ലസ്റ്റേഴ്സ്, ഒരു ഡാറ്റാ സെറ്റിലുള്ള നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഈ മെത്തേഡിൽ എന്തുണ്ട്, നമ്മൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാന്ന് വിചാരിച്ചോ, അതിൽ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ആ ഒരു ആ ഒരു കർവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ ക്ലസ്റ്റേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ഈ ഒരു ഇതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എൽബോ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ റാൻഡം വാല്യൂസ്, അത് കെയിൻ്റെ വാല്യൂ നമ്മൾ റാൻഡം ആയിട്ടൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അതിൻ്റെ ക്ലസ്റ്ററിങ്ങിൽ നമുക്ക് ഒരു ഇക്വിലിബ്രിയം പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളിപ്പോൾ ഒരു ബോൾസിനെ തമ്മിൽ തട്ടുവാണെങ്കിൽ അത് ഒരു ഇക്വിലിബ്രിയത്തിലാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യൂലേ. ആ സെയിം വേ നമ്മൾ എന്താണ് ഇവിടെ കെ ക്ലസ്റ്ററിങ് അല്ലെങ്കിൽ കെ മീൻസ് ക്ലസ്റ്ററിങ്ങിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐട്രേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഓരോ ക്ലസ്റ്ററിലും ഓരോ നമ്പേഴ്സും നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് സ്റ്റെബിലൈസ്ഡ് ഇക്വിലിബ്രിയം പോയിന്റ് സ്റ്റെബിലൈസ്ഡ് ആണോ, ഒരു
ഒരു സ്പെസിഫിക് പോയിന്റ് എത്തുമ്പോഴത് എന്താണ് സ്റ്റെബിലൈസ് ആവുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഈ ഒരു കർവ്, ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു സ്റ്റേബിൾ ലെവൽ ഇങ്ങനെ പോകുന്നുണ്ട്. സോ അത് ഏത് പോയിന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് ചെയ്തിട്ട് എൽബോ മെത്തേഡ് എന്ന് പറയും. സോ എൽബോ പോലെ ഏത് പോയിന്റിലാണ് ഇങ്ങനെ ഡീവിയേഷൻ വരുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ദെൻ അതിനുശേഷം എന്ത് ചെയ്യും, ഇവിടെ കെ വാല്യൂ ഐട്രേറ്റ് ചെയ്യുന്നതിൽ എൽബോ മെത്തേഡ് ഏതാണെന്നാണ്, അതായത് ആ ഒരു പോയിന്റ് എൽബോ പോയിന്റ് ഏതാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് ഏതാ പോയിന്റ് എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ പറയുവാണെങ്കിൽ ഇവിടെ 8 അല്ലെങ്കിൽ ഈ ഒരു 7 അല്ലെങ്കിൽ 10 വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് പോകുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പറയാൻ പറ്റും കേട്ടോ. സോ ദെൻ നമുക്ക് എന്ത് ചെയ്യണം, മോഡൽ ക്രിയേറ്റ് ചെയ്യണം. കെ മീൻസ് ക്ലസ്റ്റർ എൻ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 5 കൊടുത്ത് നോക്കുന്നുണ്ട്. ഇവിടെ തൊട്ടേ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുകയാണ്. 5 ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഫിറ്റ് പ്രിഡിക്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രിഡിക്ഷൻസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു അറേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ക്ലസ്റ്റേർഡ് അറേ ആക്കിയിട്ട് നമ്മൾ ഇത് കൊടുത്തു, കൺട്രി നെയിം നമ്മൾ ആദ്യം ഡ്രോപ്പ് ചെയ്ത ആ കോളവും അതേപോലെ ആ ക്ലസ്റ്റേഴ്സിന്റെ പ്രിഡിക്ഷനും നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലബ് ചെയ്തിട്ട് പുതിയൊരു ഡാറ്റ ഫ്രെയിം ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ കൺട്രി ക്ലസ്റ്റേഴ്സ്, ദെൻ അതിൽ ഓരോ നമ്പേഴ്സും കാര്യങ്ങളും ഉണ്ട്. സോ ഇതിൽ നിന്ന് ക്ലസ്റ്റേഴ്സിന്റെ വാല്യൂ കൗണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ അതിൽ നിന്ന് ലേബിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അഡീഷണലി നമ്മൾ യൂസ് ചെയ്തതാണ് സിൽഹോട്ട് സ്കോർ ആണ് അല്ലേ. ദെൻ സോ സിൽഹോട്ട് സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ക്ലസ്റ്ററിന്റെ പെർഫോമൻസ് അസസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി, ക്ലസ്റ്ററിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എന്താ പറയുക റിലയബിലിറ്റി, ക്ലസ്റ്ററിങ് അൽഗോരിതത്തിൻ്റെ ഒക്കെ റിലയബിലിറ്റിയും ക്വാളിറ്റിയും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് സിൽഹോട്ട് സ്കോർ എന്ന് പറയുന്നത്. സോ ക്ലസ്റ്ററിങ്ങിൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ടാസ്കിനൊക്കെ നമ്മൾ എന്താണ്, ഒരു ക്ലിയർ ആയിട്ടുള്ള ലേബിൾസ് ഉണ്ടാവില്ല. സോ ക്ലസ്റ്റേഴ്സിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് സിൽഹോട്ട് സ്കോർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ കേട്ടോ. ഒരു ഗുഡ് റേഞ്ച് എന്ന് പറയുവാണെങ്കിൽ ഒരു ബെസ്റ്റ് പ്രിഡിക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു വാല്യൂ എന്ന് പറയുന്നത് 0.5 ആൻഡ് അബോവ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ക്ലസ്റ്റർ ആണ് നമ്മൾ ഈ സൂപ്പർവൈസ്ഡിൽ നമ്മൾ എന്താണ് മീൻ സ്ക്വയർഡ് എറർ അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഇതേപോലെ ചെക്ക് ചെയ്യാറില്ലേ പെർഫോമൻസ് ഒക്കെ. സോ ആസ് സെയിം വേ നമ്മൾ എന്താണ് ക്ലസ്റ്ററിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി മെത്തേഡ് ആണ് ഈ സിൽഹോട്ട് സ്കോർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അതിൽ നമ്മൾ ഡോട്ട് ലേബിൾസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ചെക്ക് ചെയ്യുന്നത്. സോ ഓരോ നമ്മൾ ന്യൂ ഡാറ്റ വെച്ചിട്ടാണ്, അതായത് ന്യൂ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ് ഫുൾ ന്യൂമറിക്കൽ കോളംസ് ആണ്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിഡിക്റ്റീവ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. സോ മെട്രിക്സിൽ നിന്നാണ് നമ്മൾ സിൽഹോട്ട് സ്കോർ കണ്ടുപിടിക്കുന്നത്. സോ ബെസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, വേഴ്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്, നിയർ ടു 0 എന്ന് പറയുന്നത് ക്ലസ്റ്റർ ഓവർലാപ്പിങ്ങിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെഗറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റോങ് ക്ലസ്റ്ററിങ്ങിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ സിൽഹോട്ട് സ്കോർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് വൺ കെ മീൻസ് ക്ലസ്റ്ററിംഗ് ആണ് നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ആഡ് ഓൺ ചെയ്യാം. കെ മീൻസ് ക്ലസ്റ്ററിംഗ് കഴിഞ്ഞു. നമുക്ക് ഹോൾസെയിൽ ഡാറ്റ സെറ്റ് വെച്ചിട്ട് ഹൈറാർക്കിക്കൽ ഒന്ന് ചെയ്ത് നോക്കാം, വേറൊരു ഡാറ്റ സെറ്റ് വെച്ചിട്ട്. ഇത് ഞാനങ്ങ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അൺസൂപ്പർവൈസ്ഡിൽ ഡയറക്റ്റ്ലി ഇങ്ങനെ ചെയ്യുവാണല്ലോ ചെയ്തത്. ഓക്കെ, തൽക്കാലത്തേക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ചെയ്തത് ഏതായിരുന്നു, കെ മീൻസ് ആയിരുന്നു. കെ മീൻസ് ക്ലസ്റ്ററിംഗ്. ഓക്കെ, ഈ രണ്ട് ഫയൽസും കട്ട് പേസ്റ്റ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ.
സോ ഈ ഒരു ഫോൾഡറിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, അൺസൂപ്പർവൈസ്ഡിൽ തന്നെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ നെയിം കൊടുക്കാം ഹൈറാർക്കിക്കൽ, HIERARCHICAL, ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ആണത്. സോ ക്ലസ്റ്ററിംഗ് തന്നെ കൊടുക്കുന്നുണ്ട്, കൺഫ്യൂഷൻസ് വേണ്ട. ഓക്കെ, ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് കൊടുത്തിട്ടുണ്ട്. ദെൻ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഹോൾസെയിൽ എന്ന് പറയുന്ന ഒരു ഡാറ്റ സെറ്റാണ്. സോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഫസ്റ്റ് അപ്ലോഡില്ല ഡാറ്റ സെറ്റിൽ ഹോൾസെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലാസ്റ്റ് വൺ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് പുതിയൊരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ റീനെയിം ചെയ്യുന്നുണ്ട്. ഹോൾസെയിൽ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. ഓക്കെ, ഹോൾസെയിൽ പ്രോബ്ലം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് സെല്ലിൽ നമുക്ക് വേണ്ടത് ഇമ്പോർട്ട്സ് ഒക്കെ ഫസ്റ്റ് കൊടുക്കുവാണ്. ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD കൊടുത്തിട്ടുണ്ട്. വന്നില്ല. ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മാറ്റ്പ്ലോട്ലിബ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ലിബ് ഡോട്ട് പൈപ്പ്ലോട്ട് ആസ് PLT കൊടുക്കുക. പൈപ്പ്ലോട്ട് ആസ് PLT കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വൺ എന്താണ്, നമുക്ക് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്ങിനെ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഫ്രം SciPy ഡോട്ട് എന്ത് കൊടുക്കുക, ക്ലസ്റ്റർ കൊടുക്കുക, ഡോട്ട് ഹൈറാർക്കി, അതിൽ ഇമ്പോർട്ട് ഡെൻഡ്രോഗ്രാം എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. ഡെൻഡ്രോഗ്രാം വേണം. അതേപോലെ ലിങ്കേജും നമുക്ക് വേണം. സോ ഇത് രണ്ടുമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമുക്ക് ക്ലസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഫ്രം എന്ത് കൊടുക്കുക, sklearn ഡോട്ട് ക്ലസ്റ്റർ കൊടുക്കുന്നുണ്ട്. sklearn ഡോട്ട് ക്ലസ്റ്റർ ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ്. സ്പെല്ലിങ് തെറ്റാതെ നോക്കണേ. അഗ്ലോമറേറ്റീവ് ഡബിൾ G ഉണ്ട്. അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കാം. പാണ്ടാസ് കൊടുത്തിട്ടുണ്ട്. മാറ്റ്പ്ലോട്ലിബ് സീബോണൊക്കെ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം കേട്ടോ. വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ദെൻ ഇമ്പോർട്ട്സ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റ ഈക്വൽസ് എന്ത് കൊടുക്കുക, PD ഡോട്ട് റീഡ് അണ്ടർസ്കോർ CSV ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, വോൾസെയിൽ ഡോട്ട് CSV കൊടുക്കുക. ഫയൽ നെയിം കൊടുത്തിട്ടുണ്ട്. ദെൻ റൺ ചെയ്യുക. ഓക്കെ, ഡാറ്റ എടുത്ത് നോക്കാം അല്ലേ. സോ ഡാറ്റ ഞാൻ റൺ ചെയ്ത് നോക്കാം. നമുക്ക് ചാനൽ ഉണ്ട്, റീജിയൻ ഉണ്ട്, ഫ്രഷ് മിൽക്ക്, ഗ്രോസറി, ഫ്രോസൺ, ഡിറ്റർജൻസ്, പേപ്പർ, ദെൻ ഡെലിക്കസി. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ് വരുന്നത്. ദെൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ലിങ്കേജ് ഡാറ്റ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം, ലൈക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതെന്താണെന്ന് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. linkage underscore data equals linkage square bracket data comma method equals word എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, WARD, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇത് കൊടുക്കുന്നുണ്ട്, ഡെൻഡ്രോഗ്രാം, അതായത് ഡെൻഡ്രോ ഈക്വൽസ് കൊടുക്കുക ഡെൻഡ്രോഗ്രാം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ലിങ്കേജ് ഡാറ്റ കൊടുക്കുന്നുണ്ട്. സോ ലിങ്കേജ് അണ്ടർസ്കോർ ഡാറ്റ
റൺ ചെയ്ത് നോക്കുക. സോ നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രാം പോലെ വരും ഈ ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. കണ്ടോ, ഇതിപ്പോൾ ഒത്തിരി ലെവൽസ് വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെതായ ഒരു ഡയഗ്രാം വരും. ഇവിടെ 440 റോസും 8 കോളംസ് ആണുള്ളത്. സോ ഓരോന്നിനെയും ഡാറ്റേനെ ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇതിനെ തന്നെ ചെറിയൊരു മോഡിഫിക്കേഷൻ നമുക്ക് വരുത്താൻ പോവാണ്. സോ എന്ത് കൊടുക്കുക, ഡെൻഡ്രോ ഈക്വൽസ് dendrogram of linkage data ഒന്നും കൂടി ക്ലിയർ ലൈക്ക് നെക്സ്റ്റ് ഇത് ക്രിയേറ്റീവ് ആണ്. ദെൻ pld ഡോട്ട് axh ലൈൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ട്, y ഈക്വൽസ് ഒരു 2 lakh കൊടുക്കുന്നുണ്ട്. 1 2 3 4 5 കോമ കളർ ഈക്വൽസ് എന്ത് കൊടുക്കുക, റെഡ് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. കോമ ലൈൻ്റെ സ്റ്റൈൽ ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈൻ സ്റ്റൈൽ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ എൻ്റെ ഹൈഫൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്ര ഡീറ്റെയിൽസാണ് ഞാൻ കൊടുക്കുന്നത്. സോ അവിടെ ഒരു ലൈൻ വരും 2000-ൻ്റെ അവിടെ, നമ്മൾ ആ ഒരു ഡാറ്റ പോയിന്റിൻ്റെ അവിടെ ഒരു ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ 2 ലാക്കിൻ്റെ അവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരും. സോ നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയാണ് കട്ടിങ് വരുന്നതെന്നൊക്കെ. നമുക്ക് ആ ഒരു ഡാറ്റേൻ്റെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് ഒന്ന് ചെയ്ത് നോക്കാം. ഹൈറാർക്കിക്കൽ കൊടുക്കുന്നുണ്ട്, ക്ലസ്റ്റർ കൊടുക്കുന്നുണ്ട്, ഈക്വൽസ് കൊടുക്കുക, ആഗ്ലോമറേറ്റീവ് സ്പെല്ലിങ് ME ആണ്, ആഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ n_clusters ഈക്വൽസ് 3 കൊടുക്കുക, കോമ ലിങ്കേജ് ഈക്വൽ സിംഗിൾ കോട്ട്സിൽ വാർഡ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ക്ലസ്റ്റേഴ്സ് ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, ഹൈറാർക്കിക്കൽ ക്ലസ്റ്റർ ഡോട്ട് fit_predict ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഡാറ്റ കൊടുക്കുക. ഓക്കെ, ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ക്ലസ്റ്റേഴ്സ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുക. സോ ഇങ്ങനെ ന്യൂമറിക്കൽ വന്നാലും നമുക്കൊരു ഐഡിയ കിട്ടില്ല അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഓഫ് ക്ലസ്റ്റേഴ്സ് എടുത്ത് നോക്കാം. ഇതൊരു കോളമായിട്ട് ആഡ് ചെയ്യുവാണ് കേട്ടോ. സോ ഡാറ്റ ഓഫ് ക്ലസ്റ്റേഴ്സ് ഈക്വൽസ് എന്ത് കൊടുക്കാം, നമ്മൾ ആ ഒരു വേരിയബിൾ ക്ലസ്റ്റേഴ്സ് കൊടുക്കാം, റൺ ചെയ്യുക. ദെൻ നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുക. ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ ഫ്രെയിം എടുത്ത് നോക്കിയാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ ഗ്രൂപ്പിങ്, അത് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടും. നമ്മളിപ്പോൾ ഒരു പുതിയ കോളം ആണ് അവിടെ ആഡ് ഓൺ ചെയ്തത് കേട്ടോ ഡാറ്റ ഫ്രെയിമിൽ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, ക്ലസ്റ്റേഴ്സിൻ്റെ തന്നെ പുതിയൊരു കോളം കൂടി അവിടെ ആഡ് ഓൺ ചെയ്യുവാണ് നമ്മൾ ചെയ്തത്. ഇനി എന്താ നടന്നതെന്ന് പറഞ്ഞുതരാം. ഈ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ഹോൾസെയിൽ ഡാറ്റയാണ്. ഓക്കെ, അതിന് മുമ്പായിട്ട് വാട്ട് ഈസ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞുതരാം. സോ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് എന്ന് പറയുമ്പോൾ എന്താണ്, പോപ്പുലർ മെത്തേഡാണ് ഒബ്ജക്ട്സിനെ തമ്മിൽ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും, നമുക്ക് സിമിലാരിറ്റി വെച്ചിട്ട് ഓരോ ഡാറ്റ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിന്റെ സിമിലാരിറ്റീസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓരോ ഒബ്ജക്ട്സിനെ ഓരോ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിഷ്വൽ റെപ്രസെൻറ്റിംഗ് ആണ്. അതായത് ഹൈറാർക്കിക്കൽ ട്രീ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ന് പറയുന്നത് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഈ ഡെൻഡ്രോഗ്രാം. ഓക്കെ, ഹൈറാർക്കിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ്
ക്ലസ്റ്റേഴ്സിനെ ഹൈറാർക്കിക്കൽ റെപ്രസെൻറ്റേഷൻ വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. ട്രീ ലൈക്ക് സ്ട്രക്ചർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ഡെൻഡ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എപ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ചെറിയ ഡാറ്റാ സെറ്റിന്റെ കേസിലൊക്കെ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് ബെസ്റ്റ് ഫിറ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ദെൻ ഡാറ്റ പോയിന്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്ര വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പറയാൻ പറ്റാത്ത കോളംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കെ മീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വലിയ ഡാറ്റ സെറ്റിനാണ് ബെറ്റർ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ക്ലസ്റ്റർ ആണ്, ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കെ മീൻസ് യൂസ് ചെയ്യാം. അതല്ലാതെയുള്ള ചെറിയ ഡാറ്റ സെറ്റ്, അതിൽ ഇച്ചിരി കോംപ്ലക്സിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ട്രീ ലൈക്ക് സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഓരോ ഗ്രൂപ്പ് ഓഫ് ട്രീസിനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ആ സ്പ്ലിറ്റിങ് നടത്തുന്നത് കേട്ടോ. സോ ഡീറ്റെയിൽ ആയിട്ട് പോയി നമുക്ക് വേണമെങ്കിൽ ഫിഗർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ ഇവിടെ ക്ലസ്റ്ററിങ്ങിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട്. നമ്മളിവിടെ ഓരോന്നും എന്താണ് സബ് ഡിവിഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിന്റെ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, സ്പ്ലിറ്റ് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് അവിടെ മെയിൻലി നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹോൾസെയിൽ ഡാറ്റയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു ചാനൽ റീഡ് ചെയ്യാൻ, അതേപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ആ ഒരു ഡാറ്റ സെറ്റിൽ ഉണ്ടായിരുന്നു. സോ ഇതിന് നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു, ലിങ്കേജ് കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ലിങ്കേജ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ലിങ്കേജ് ഫംഗ്ഷൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ കൊടുത്തതിന് ശേഷം മെത്തേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ലിങ്കേജ് ഡാറ്റ വെച്ചിട്ട്, ലിങ്ക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡെൻഡ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആസ് എ സെയിം വേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തൊട്ട് താഴെയും ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്താണ്, ലിങ്കേജ് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് നമ്മളത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക. ഇവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡെൻഡ്രോഗ്രാമും കൂടി നമ്മൾ എന്ത് ചെയ്തു, ലിങ്കേജ് ഡാറ്റ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വൈ എന്ന് പറഞ്ഞിട്ടുള്ള വൈ ആക്സിസിലുള്ള നമ്പർ 2 lakh എന്ന് പറയുന്ന ആ ഒരു നമ്പർ വരുമ്പോഴെന്താണ്, നമുക്കൊരു റെഡ് ഡോട്ടഡ് ലൈൻ വേണമെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്ങിൽ ട്രീ ലൈക്ക് ക്ലസ്റ്റേഴ്സ് ആണ്. അതായത് ഒരു ട്രീ പോലെ എന്താണ്, ഒരു കെ വാല്യൂ അഡ്വാൻസ് ആയിട്ട് നമ്മൾ കെ വാല്യൂ ഒന്നും കൊടുക്കാതെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുവാണ്, ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ് അവിടെ ചെയ്യുന്നത്. ഇനി ആഗ്ലോമറേറ്റീവ് എന്ന് പറഞ്ഞാൽ ബോട്ടം അപ്പ് മെത്തേഡാണ് കേട്ടോ. ബോട്ടം അപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓരോ ഡാറ്റ പോയിന്റും അതിൻ്റെ ക്ലസ്റ്ററിങ്ങിൽ, അതിൻ്റെ ക്ലസ്റ്റേഴ്സിൽ നിന്ന് ഓരോ ഡാറ്റ പോയിന്റ് എന്ത് ചെയ്യും, ഐട്രേറ്റീവ്ലി മെർജ് ചെയ്യുവാണ് ചെയ്യുന്നത്. മോസ്റ്റ് സിമിലർ പെയർസിലേക്ക് എന്ത് ചെയ്യും, മെർജ് ചെയ്ത് പോവാണ് ആഗ്ലോമറേറ്റീവിൽ ചെയ്യുന്നത്. ഇത് ബോട്ടം അപ്പ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ പോയിന്റിൽ നിന്നും, അതായത് ഓരോ ക്ലസ്റ്ററിൽ നിന്നുള്ള ഓരോ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യും, ഐട്രേറ്റീവ്ലി മെർജ് ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് മോസ്റ്റ് സിമിലർ പെയർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എന്ത് ചെയ്യും, ഡിവിഷൻസ് ആയിട്ട് സെറ്റ് ചെയ്യും, അതായത് ടോപ്പ് ഡൗൺ. ഓക്കെ, ടോപ്പ് ഡൗണിൽ എന്ത് ചെയ്യും, ഒരു ജെയിൻറ്റ് ക്ലസ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ദെൻ റിക്കേഴ്സീവ്ലി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു ഫിഗറിൽ കാണാം, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഒത്തിരി താഴത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ താഴെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ക്ലിയർ ആയിട്ട് കാണാത്തത്. ഓക്കെ, സോ റിക്കേഴ്സീവ്ലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെ കീ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് മീൻസ് ഓരോ ഡാറ്റ പോയിന്റ് തമ്മിലുള്ള സിമിലാരിറ്റീസ് മെഷർ ചെയ്യുന്നത്. ഇത് ഇക്ലുഡിയൻ ആവാം, മാൻഹാട്ടൻ ആവാം, കൊസൈൻ ആവാം, അല്ലെങ്കിൽ അതൊരു മെത്തേഡ്. കീ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സെക്കൻഡ് ചോയ്സ് ആണ് ഇത് ലിങ്കേജ് എന്ന് പറയുന്നത്.
സോ ഹൗ ടു മെഷർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റേഴ്സ്, അതാണ് ഇത് ലിങ്കേജ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് മെഷർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ലിങ്കേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ലിങ്കേജസിന്റെ കേസിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മെത്തേഡ് എന്താണ്, വാർഡ് ആണ്. വാർഡ് അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, ആവറേജ് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ആവറേജ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ് കൊടുക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, സിംഗിൾ കൊടുക്കാൻ പറ്റും. ഈ മെത്തേഡ്സ് ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ലിങ്കേജിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. അതായത് ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. വാർഡ് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ ഒരു കോമ്പാക്ട് ഡാറ്റയിൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ക്ലസ്റ്റേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് വാർഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. ആ ക്ലസ്റ്റർ വേരിയൻസിൽ തന്നെ എന്ത് ചെയ്യുവാണ്, മിനിമൈസ് ചെയ്യുവാണ് ചെയ്യുന്നത് അതിൽ. ഇനി ഹോൾസെയിൽ ഡാറ്റയിൽ പറയുവാണെങ്കിൽ നമുക്ക് കാറ്റഗറിക്കൽ കോളംസ് ലൈക്ക് ഇവിടെ ചാനൽ എന്ന് പറയുന്ന ചാനൽ റീജിയൻ ആക്ച്വലി കാറ്റഗറിക്കൽ കോളംസ് ആയിരുന്നു. അതിനെന്താക്കിയതാണ്, ന്യൂമറിക്കലിലേക്ക് ആക്കിയതാണ്. സോ കാറ്റഗറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ റീറ്റെയിലും ഉണ്ട്, ഹൊറേക്ക എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയാണ് 1 and 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. റീജിയൻ 1, 2, 3 എന്ന് പറയുന്ന 3 റീജിയൻസ് ആണ് അതിൽ വരുന്ന വാല്യൂസ്. കൺഫ്യൂഷൻസ് എന്തെങ്കിലും എന്ത് ചെയ്യുക, യൂണീക്ക് വാല്യൂസ്, സിംഗിൾ കോളത്തിലെ യൂണീക്ക് വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാറ്റഗറിക്കൽ ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള കോളം ഏതാന്നുള്ളത്. എന്ത് ചെയ്താൽ മതി, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്സിൽ ഇത് കൊടുക്കുക, സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ ചാനൽ കൊടുക്കുക, ഡോട്ട് വാല്യൂ കൊണ്ട് കൊടുത്താൽ മതി. സോ നമുക്കത് കണ്ടാലും മനസ്സിലാവും ഏത് കോളംസ് ആണ് കാറ്റഗറിക്കലിൽ നിന്ന് ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ഉണ്ടാവും. 1 and 2 മാത്രമേ ഉള്ളൂ. സോ അത് കാറ്റഗറിക്കലിനെ ന്യൂമറിക്കൽ ആക്കിയ ഡാറ്റയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ റീജിയൻസ് നമുക്കുണ്ട്. ദെൻ കണ്ടിന്യൂസ് ഡാറ്റ അല്ലെങ്കിൽ ന്യൂമറിക്കൽ കോളംസ് ആയിട്ട് എന്തുണ്ട്, ആനുവൽ സ്പെൻഡ്, ഇതൊക്കെയാണ്. ഫ്രഷ്, മിൽക്ക്, ഗ്രോസറി, ഫ്രോസൺ, ഡിറ്റർജൻസ്, പേപ്പേഴ്സ്, ഡെലിക്കേറ്റസൻ, ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് ഈ ഒരു 6 എന്താണ് വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചാനൽസിനെയും റീജിയൻസിനെയും നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഈ ഒരു 6 റീജിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഓരോന്നും ഓപ്പറേഷൻസ് ചെയ്യാൻ പോകുന്നത്. ഇനി ടിപ്പിക്കലി നമ്മൾ എന്ത് ചെയ്യുക, നോർമൽ പ്രോസസ്സിങ്ങിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാറ്, ഡാറ്റേൻ്റെ ഷേപ്പ് ചെക്ക് ചെയ്യും, ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യും, മിസ്സിംഗ് വാല്യൂസ് ചെക്ക് ചെയ്യും. ഇതൊക്കെ നമുക്ക് ഇതിലും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻസ് ചെക്ക് ചെയ്യുക. അതൊക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ യൂണിക് വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ദെൻ അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ഡാറ്റ ഡോട്ട് ഡി ടൈപ്സ് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഡാറ്റ ഡോട്ട് ഡി ടൈപ്സ് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് എന്ത് കൊടുക്കുക, സം കൊടുക്കുക, അഗൈൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, റൺ ചെയ്യുക. സോ എന്തുണ്ട്, നൾ വാല്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാം കേട്ടോ. ദെൻ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ വരെ ചെയ്ത് നോക്കാം. പെയർ വൈസ് ആയിട്ട് കോറിലേഷൻ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ലൈക്ക് ഗ്രോസറീസ്, മിൽക്സ്, അതേപോലെ തന്നെ ഡിറ്റർജൻറ്റ്, പേപ്പേഴ്സ് തമ്മിലുള്ള കോറിലേഷൻ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്ത് കൊടുക്കുക, plt.sns ഹീറ്റ് മാപ്പ് എല്ലാം നമ്മൾ യൂസ് ചെയ്യാറ്. സോ സീബോണിൽ തന്നെ കൊടുക്കാം, ഇമ്പോർട്ട് സീബോൺ ആസ് കൊടുക്കുന്നുണ്ട്, SNS കൊടുക്കുന്നുണ്ട്. റൺ ചെയ്യാം. എനിക്ക് അത് റണ്ണായിട്ടുണ്ട്. തന്നെ എന്ത് ചെയ്യാം, അതിൻ്റെ കോറിലേഷൻ ഗ്രാഫ് ചെക്ക് ചെയ്ത് നോക്കുക. SNS ഡോട്ട് ഹീറ്റ് മാപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, അല്ലെങ്കിൽ plt.hit map ആയാലും മതി. ദെൻ അതിൻ്റെ കോറിലേഷൻ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. സോ അതേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ സെയിം കണ്ടന്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. മിസ്സിംഗ് വാല്യൂസ് നമുക്ക് ഇപ്പോൾ വലിയ ഈസ് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം.
അതേപോലെ കോളം നെയിംസ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. സ്പേസ് ഉള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡിസ്ക്രൈബ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു ഇല്ലല്ലോ, ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് നോക്കി. അതേപോലെ നൾ വാല്യൂസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അതേപോലെ കൊടുക്കുക ഡാറ്റ ഡോട്ട് ഡിസ്ക്രൈബ് കൊടുത്ത് നോക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് റൺ ചെയ്ത് നോക്കുക. എല്ലാ കോളംസിനെയും നമുക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നുണ്ടാവും. ദെൻ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫീച്ചേഴ്സ് കോളംസ് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേറെ രീതിക്കും ചെയ്ത് നോക്കാം. ലൈക്ക് മിസ്സിംഗ് വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ഇനി നമുക്ക് ന്യൂമറിക്കൽ കോളംസിന് അല്ലെങ്കിൽ ന്യൂമറിക്കൽ സ്പെൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫീച്ചർ കോൾസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ്ലി വേറൊരു കോളമായിട്ട് നമുക്ക് സെപ്പറേറ്റ്ലി കൊടുക്കാൻ പറ്റും. ദെൻ അത് എന്നിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് കോപ്പി കീപ്പ് ചെയ്തതിന് ശേഷം ഫങ്ഷണലി സ്ക്യൂ ഡാറ്റ അല്ലെങ്കിൽ സ്ക്യൂ ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാനുവലി ഫങ്ഷൻസ് ആഡ് ചെയ്യാം. ദെൻ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് സ്കെയിലർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ് ആ ഒരു മീൻ വാല്യൂ 0 ആക്കുന്നതും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് 1 ആക്കിയിട്ട് സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്തിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ നമുക്കൊന്നും കൂടി എന്ത് ചെയ്ത് നോക്കാം, ലിങ്കേജ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്രോസസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്തു, ലിങ്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ലിങ്കേജ് ഡാറ്റ ക്രിയേറ്റ് ചെയ്തു. ദെൻ മെത്തേഡ് വാർഡ് ആണ് കൊടുത്തത്, ആവറേജ് കംപ്ലീറ്റ് സിംഗിൾ ഒക്കെൻ്റെ ഓപ്ഷൻസ് ആയിട്ട്. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെൻഡ്രോഗ്രാം ആ ലിങ്കേജ് ഡാറ്റ വെച്ചിട്ട് നമ്മളൊരു ഡെൻഡ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. ആസ് സെയിം വേ നമ്മളൊരു ഡെൻഡ്രോഗ്രാമും കൂടെ ക്രിയേറ്റ് ചെയ്തു. 2 ലാഖിൻ്റെ അവിടെ സ്ട്രെയിറ്റ് റെഡ് ലൈൻ വരുന്ന രീതിക്ക്. ദെൻ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗിൽ നമ്മൾ ഡയറക്റ്റ്ലി എന്ത് കൊടുത്തു, അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് ക്ലസ്റ്ററിങ്ങിൻ്റെ വാല്യൂ നമ്പേഴ്സ് എന്ന് പറയുന്നത് 3 ആയിട്ട് കൊടുത്തു. ലിങ്കേജ് സെയിം വാർഡ് തന്നെയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നോർമലി ഒരു അൽഗോരിതത്തിൽ ചെയ്യുന്ന പോലെ തന്നെ ഫിറ്റ് പ്രിഡിക്റ്റ് കൊടുത്തിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞ് കൊടുത്തു. ദെൻ നമ്മൾ ആ ഒരു ഡാറ്റയിൽ ആഡ് ചെയ്യാനാണ് നമ്മൾ കൊടുത്തത് അല്ലേ. സോ നമുക്ക് അതിനെ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്താം. അതിന് മുമ്പായിട്ട് ഇവിടെ എന്ത് കൊടുക്കാം, നമുക്കിപ്പോൾ ഡാറ്റ ഇവിടെ കാണാം. ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ബിലോ ഇത് കൊടുക്കുന്നുണ്ട്, DF ഈക്വൽസ് ഡാറ്റ കൊടുക്കുന്നുണ്ട്, ഡാറ്റ ഡോട്ട് കോപ്പി ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. സോ ഒരു ഡാറ്റ ഫ്രെയിമിൻ്റെ കോപ്പി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സെക്കൻഡ് മെത്തേഡ് നമുക്കിത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ ബിഫോർ ദാറ്റ് ഞാൻ റൺ ഓൾ സെൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, റൺ ഓൾ സെൽസ് കൊടുത്തു കഴിഞ്ഞു. അതുപോലെ സിൽ ഹോട്ട് സ്കോറും ഡിവൈൻ സ്കോറൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. ഡേവിസ് ബോൾട്ടിൻ സ്കോർ ഉണ്ട്. സോ സ്കിൽ ഹോട്ട് സ്കോർ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. PCA വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ നമുക്ക് ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം, കോളം നെയിമിന് ഒരു എന്താണ് സ്റ്റൈൽ ഫോളോ ചെയ്യണമെങ്കിൽ ഇവിടെ ഉണ്ടോ, ഡിറ്റർജൻസ് കഴിഞ്ഞിട്ട് എന്താണ് സ്പേസിന് പകരം അണ്ടർസ്കോർ ആണ് യൂസ് ചെയ്യുന്നത്. സോ അത് വേണമെങ്കിൽ സ്ട്രിപ്പ് ചെയ്ത് കളയണമെങ്കിൽ കളയാം. ജസ്റ്റ് കോളം നെയിംസ് ഒന്ന് എടുത്ത് നോക്കാം. TF ഡോട്ട് കോളംസ് കൊടുക്കുന്നുണ്ട്, എന്താണ് ചെയ്യാം. സോ കോളം നെയിംസ് ഒക്കെ അവിടെ കാണാം. ഇപ്പോൾ കറൻ്റ്ലി സ്പേസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് തന്നെ മതി. ദെൻ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഡിസ്ക്രൈബും കാര്യങ്ങളും വേണമെങ്കിൽ ചെയ്യാം. മിസ്സിംഗ് വാല്യൂസ് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമ്മൾ പ്രീവിയസ്ലി ചെക്ക് ചെയ്തപ്പോൾ ഒന്നും മിസ്സിംഗ് വാല്യൂസ് ഒന്നും ഉണ്ടായില്ല. സോ അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ സെപ്പറേറ്റ്ലി ഫീച്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുവാണ്. സോ ഫീച്ചർ അണ്ടർസ്കോർ കോൾസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫീച്ചർ അണ്ടർസ്കോർ കോൾസ് ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ഫ്രഷ് തൊട്ട് ഡെലിക്കാസൻസ് വരെയുള്ള ഡീറ്റെയിൽസ് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്, പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്പേസിന് ഞാൻ കളയുന്നുണ്ട്. ഓക്കെ, സോ ഫീച്ചേഴ്സിനെയും ഞാൻ സ്പെസിഫിക്കലി കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം, മെറ്റാ കോൾസ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ. സോ മെറ്റാ അണ്ടർസ്കോർ കോൾസ് ഈക്വൽസ് കൊടുക്കുക ലിസ്റ്റ് കോംപ്രിഹെൻസേഷൻ ചെയ്തിട്ടില്ലേ, ആ ഒരു സെയിം ഫോർമാറ്റ് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. ഫീച്ചർ കോൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലിസ്റ്റ് ഓഫ് കോളം നെയിംസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിസ്റ്റ് കോംപ്രിഹെൻസേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുവാണ്. സോ CIN DF ഡോട്ട് കൊടുക്കുന്നുണ്ട്, കോളംസ് കൊടുക്കുക,
if കൊടുക്കുന്നുണ്ട് സി നോട്ട് ഇൻ ഫീച്ചർ അണ്ടർസ്കോർ കോൾസ്. ഓക്കെ, ഇതെന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഫോർ സി ഇൻ ഡി എഫ് ഡോട്ട് കോളംസ്, എന്താണ് ഓരോ കോളംസിലെയും അങ്ങനെ ഐറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കോളം നെയിംസ് സിയിൽ വരും. ദെൻ ഇഫ് സി നോട്ട് ഇൻ ഫീച്ചർ കോൾസ്, ആ സി ഫീച്ചർ കോൾസിലില്ലെങ്കിൽ എന്താണ് ആ സി ആ കോളം നെയിം മെറ്റാ കോൾസിൽ സേവ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സി ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ലിസ്റ്റ് കോംപ്രിഹെൻസേഷൻ നമ്മൾ യൂസ് ചെയ്തു മാത്രം. ദെൻ അത് റൺ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റിൽ എന്ത് കൊടുക്കുക, എക്സ് റോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. റോ ഡാറ്റ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ് റോ ഈക്വൽസ് ഡി എഫ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫീച്ചർ കോൾസ് കൊടുക്കുക. ഫീച്ചർ അണ്ടർസ്കോർ കോൾസ് കൊടുക്കുന്നുണ്ട്. ഡോട്ട് കോപ്പി ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ എക്സ് റോ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്താണ് ഫീച്ചർ കോൾസിനെ, ആ ഒരു ഡാറ്റ ഫ്രെയിമിൻ്റെ ഫീച്ചർ കോൾസിനെ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് ന്യൂമറിക്കൽ സ്പ്രെഡ്സിനെ ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്തത്. ചാനലിലെ റീജിയനെയും ഇന്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വെച്ചിരിക്കുവാണ്, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ലോഗ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. അതായത് സീറോസ് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ എക്സ് അണ്ടർസ്കോർ കൊടുക്കുന്നുണ്ട്, ലോഗ് കൊടുക്കുന്നുണ്ട്. എക്സ് അണ്ടർസ്കോർ ലോഗ് ഈക്വൽസ് എൻ പി ഡോട്ട് ലോഗ് 1 പി, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു എക്സ് അണ്ടർസ്കോർ റോ കൊടുക്കാം. ഓക്കെ, ദെൻ റൺ ചെയ്യാം. ഓക്കെ, എൻ പി നമ്പർ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, ഇമ്പോർട്ട് നമ്പർ ആസ് എൻ പി കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്യുന്നുണ്ട്. അതിലേക്ക് പോവാം. ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആ ഇക്വേഷൻ റൺ ആയിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ചെയ്തത് എന്താ, ലോഗ് ട്രാൻസ്ഫോം ആണ്, സ്ക്യൂ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കമന്റ് ചെയ്തതാണ് ലോഗ് ട്രാൻസ്ഫോം ടു റെഡ്യൂസ് സ്ക്യൂ. ദെൻ അതിൽ എന്താണ് ലോഗ് 1p handles zeros safely. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് റൺ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സ്റ്റാൻഡേർഡ് സ്കെയിലർ യൂസ് ചെയ്യാം. സോ ബിഫോർ ദാറ്റ് നമ്മളത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. numpy pandas അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് സ്കെയിലർ ഇമ്പോർട്ട് ചെയ്യാം. സോ ഫ്രം sklearn dot pre-processing import കൊടുക്കുക സ്റ്റാൻഡേർഡ് സ്കെയിലർ കൊടുത്തിട്ടുണ്ട്. ദെൻ അത് അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിൽ 14 കൂടി ഇമ്പോർട്ട് ചെയ്യാം. ഇനി ഫ്രം sklearn ഡോട്ട് മെട്രിക്സ് കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ട് സിൽ ഹോട്ട് സ്കോർ ഇതേപോലെ ഡാവിസ് അണ്ടർസ്കോർ ബോൾഡിൻ സ്കോർ. ദെൻ നമുക്ക് PCA വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ. ഫ്രം ഡയമെൻഷണാലിറ്റി റിഡക്ഷൻ മെത്തേഡാണ് PCA നമ്മൾ പറഞ്ഞിരുന്നു. സോ ഫ്രം sklearn ഡോട്ട് ഇത് കൊടുക്കുക ഡീകമ്പോസിഷൻ
ഇമ്പോർട്ട് എന്ന് കൊടുക്കാം PCA കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ലിങ്കേജ് റോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പി ഡിസ്റ്റൻസും കൂടി ഉണ്ട്. ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രം സൈഡ് ബൈ ഡോട്ട് സ്പേഷ്യൽ ഡോട്ട് എന്ന് കൊടുക്കുന്നുണ്ട് ഡിസ്റ്റൻസ് ഇമ്പോർട്ട് കൊടുക്കുന്നുണ്ട് പി ഡിസ്റ്റ് കൊടുക്കുന്നുണ്ട്. മാറ്റ്പ്ലോട്ടിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത്ര ഇമ്പോർട്ട്സ് ആണ് നമുക്ക് വേണ്ടി വരിക. സോ ഇത് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റാൻഡേർഡ് സ്കെയിലറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ സ്കെയിലർ ഈക്വൽസ് എന്ത് കൊടുക്കുക, സ്റ്റാൻഡേർഡ് സ്കെയിലറിൻ്റെ ആ ഒരു ഫംഗ്ഷൻ നെയിം നമുക്ക് കൊടുക്കാം. സ്റ്റാൻഡേർഡ് സ്കെയിലർ ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കാം. ഇതേപോലെ നെക്സ്റ്റ് ലൈനിൽ എക്സും വൈയും കൊടുക്കാനുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് എക്സ് ആണ് കൊടുക്കുന്നത്. എന്തൊക്കെ എക്സും വൈയും അല്ല, സോ എക്സ് ആണ് കൊടുക്കുന്നത്. എക്സ് ഈക്വൽസ് ബിക്കോസ് നമുക്ക് ഇവിടെ വൈ ഇല്ലല്ലോ. സോ എക്സ് സ്കെയിലർ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ നമ്മുടെ എക്സ് ലോഗ് ആണ് കേട്ടോ കൊടുക്കുന്നത്. എക്സ് ലോഗ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് ഓക്കെ. സോ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യുവാണ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡൈസ് എന്താണ് മീൻ, അതായത് മീൻ വാല്യൂ എന്താക്കും, മീൻ വാല്യൂ 0 ആക്കും. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1 ആക്കുവാണ് സ്റ്റാൻഡേർഡൈസേഷനിൽ മെയിനായിട്ട് ചെയ്യുന്നത്. സോ ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാം. സോ സ്റ്റാൻഡേർഡ് സ്കെയിലിംഗ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡെൻഡ്രോഗ്രാം. ഓക്കെ, ഡെൻഡ്രോഗ്രാം സൈപ്പയിൽ ഡെൻഡ്രോഗ്രാം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ എന്താണ് വാർഡാണ് യൂസ് ചെയ്യുന്നത്. സോ അവിടെ ഇക്ലിഡിയൻ ഡിസ്റ്റൻസും അതേപോലെ തന്നെ വേരിയൻസ് മിനിമൈസേഷനും ആണ് കേട്ടോ വാർഡ് യൂസ് ചെയ്യുമ്പോൾ അവിടെ മെയിൻലി നടക്കുന്നത്. ഇതും കൂടി ആഡ് ചെയ്യാം. മെത്തേഡ് എന്താണ് വാർഡാണ് കൊടുക്കുന്നത്. സോ വാർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്, വാർഡ് ഇംപ്ലൈസ് ഇക്ലിഡിയൻ ഡിസ്റ്റൻസ്. ആ ഒരു ഇക്വേഷൻ ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഫോക്കസസ് ഓൺ വേരിയൻസ് മിനിമൈസേഷൻ. ഓക്കെ, വേരിയൻസ് മിനിമൈസേഷൻ ആണ് അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. Z ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, ലിങ്കേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, നമ്മുടെ എക്സ് കൊടുക്കുക, കോമ മെത്തേഡ് എന്ത് കൊടുക്കുന്നുണ്ട്, വാർഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ, വാർഡ് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഇക്വേഷൻ ആയിരിക്കും ഇക്ലിഡിയൻ ഡിസ്റ്റൻസും അതേപോലെ തന്നെ വേരിയൻസ് മിനിമൈസേഷനും ആണ് അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ദെൻ അതൊന്ന് റൺ ചെയ്ത് നോക്കുക. സോ ഡെൻഡ്രോഗ്രാം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കോർലെറ്റീവ് കോറിലേഷൻ ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് ചെയ്തിടുന്നുണ്ട് കോറിലേഷൻ, അതായത് പെയർ വൈസ് ഡിസ്റ്റൻസ് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കോറിലേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നോർമൽ കോറിലേഷൻ പോലെ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ഹൗ ഫെയ്ത്ത്ഫുള്ളി ദ ഡെൻഡ്രോഗ്രാം preserves pairwise distances.
ഇപ്പോൾ പെയർ വൈസ് ഉള്ള ഡിസ്റ്റൻസസ് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഫ്നറ്റിക് ഡിസ്റ്റൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അണ്ടർസ്കോർ കോർ കോമ അണ്ടർസ്കോർ ദിസ് ഈക്വൽസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫംഗ്ഷൻ കൊടുക്കാം കേട്ടോ. സോ കോഫ്നറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ട്, z കൊടുക്കുന്നുണ്ട്, കോമ പി ഡിസ്റ്റ് ഓഫ് 5 എക്സ് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്കതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം എന്താണ് അവിടെ നടക്കുന്നത്. പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, കോച്ചില കോഫ്നറ്റിക് കോറിലേഷൻ കോളൻ കോമ എന്ത് കൊടുക്കുക, ഒരു റൗണ്ട് ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട് റൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. റൗണ്ട് ഓഫ് എന്ത് കൊടുക്കുക, COPH അണ്ടർസ്കോർ കോർ നമ്മുടെ കോറിലേഷൻ വാല്യൂ കോമ 3. ഓക്കെ, സോ തേർഡ് ഡിജിറ്റിനെ റൗണ്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. നമുക്ക് ഇനി അതൊന്ന് റൺ ചെയ്ത് നോക്കാം. 3 ഡിജിറ്റ്സ് അവിടെ റൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഡെൻഡ്രോഗ്രാമിൻ്റെ പ്ലോട്ടിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. സോ ഡെൻഡ്രോഗ്രാം പ്ലോട്ട് തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. ടൈറ്റിലും എക്സ് ലേബിളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എന്താണ് പ്ലോട്ട് ഡെൻഡ്രോഗ്രാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് PLT ഡോട്ട് ഫിഗർ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഫിക്സ് സൈസ് കൊടുക്കുക. ഫിക്സ് സൈസ് ഈക്വൽസ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 10,5 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കുക ഡെൻഡ്രോഗ്രാം ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ വേരിയബിൾ z കോമ ദെൻ ട്രങ്കേറ്റ് മോഡ് കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ ലെവൽ കോമ p ഈക്വൽസ് 5 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ട്രങ്കേറ്റ് കൊടുക്കുന്നത് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ട്രങ്കേറ്റഡ് യൂസ് ചെയ്യുന്നത്, ട്രങ്കേറ്റ് മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. PLT ഡോട്ട് ടൈറ്റിൽ കൊടുക്കുക. PLT ഡോട്ട് ടൈറ്റിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ കോഡ്സിൽ എന്ത് കൊടുക്കുക, ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ഡെൻഡ്രോഗ്രാം ട്രങ്കേറ്റഡ് ആണ്. സോ അതുകൊണ്ടാണ് ട്രങ്കേറ്റ് മോഡ് ലെവൽ കൊടുത്തിരിക്കുന്നത്, ട്രങ്കേറ്റഡ്. ദെൻ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് എന്ത് കൊടുക്കാം, ടൈറ്റിൽ ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് PLT ഡോട്ട് എക്സ് ലേബിൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, സാമ്പിൾ ഇൻഡെക്സ് ഓർ ക്ലസ്റ്റർ സൈസ്. ദെൻ നമുക്ക് y ലേബിൾ കൊടുക്കാം. y ലേബിൾ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. y ലേബിൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഡ്സിൽ എന്ത് കൊടുക്കുക, ഡിസ്റ്റൻസ് കൊടുക്കുക. ദെൻ PLT ഡോട്ട് ടൈറ്റ് ലേഔട്ട് കൊടുക്കുന്നുണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ദെൻ ഓക്കെ, സോ PLT ഡോട്ട് y ലേബിൾ അല്ലേ? ആ PLT ഡോട്ട് y ലേബിൾ ആഡ് ചെയ്തിട്ടുണ്ട്, ടൈറ്റ് ലേഔട്ടും കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുവാണ് ചെയ്യുന്നത് ഗ്രാഫിക്കലി. ആ ഒരു കട്ട് ഹൈറ്റ് വാല്യൂ, അതായത് K വാല്യൂ പോലെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വാല്യൂ ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കൊരു ഫംഗ്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് മുമ്പ് നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അല്ലേ. നമ്മൾ ആ സൈസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു കട്ടിങ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ ഒരു നോട്ട്സ് ആ ഒരു ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളൊരു ഫിഗർ നമുക്കിവിടെ ക്ലിയർ ആയിട്ടുണ്ട്. താഴെ നമ്മൾ സാമ്പിൾ ഇൻഡെക്സ് ആണ്, ക്ലസ്റ്റർ സൈസ് ആണ്, ഓരോ ക്ലസ്റ്ററിൻ്റെ സൈസാണ് നമുക്ക് അവിടെ തരുന്നത്. ദെൻ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഡിസ്റ്റൻസും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ബേസിസിലാണ് നമുക്കിത് ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് കിട്ടിയിരിക്കുന്നത്.
നേരത്തെ നമുക്ക് കിട്ടിയ ഗ്രാഫിനേക്കാളും കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി കണ്ടാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്ന രീതിക്കുള്ള ഗ്രാഫാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു കെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഡെഫ് ട്രൈ അണ്ടർസ്കോർ കെ അണ്ടർസ്കോർ എന്ത് കൊടുക്കുക, വാല്യൂസ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു എക്സ് കോമ ഇനി ലിങ്ക് ഈക്വൽസ് നമ്മൾ വാർഡ് തന്നെയാണ് കൊടുക്കുന്നത്. സോ വാർഡ് കൊടുക്കുന്നുണ്ട്, കോമ കെ അണ്ടർസ്കോർ മിൻ, കെക്ക് ഒരു മിനിമം വാല്യൂ 2 സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കെ അണ്ടർസ്കോർ മാക്സ് ഈക്വൽസ് 9 കൊടുക്കുന്നുണ്ട് തൽക്കാലം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇത് കൊടുക്കുക, കോളം കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളൊരു എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ നമുക്ക് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫോർ കെ ഇൻ റേഞ്ച്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. കെ മിനിമം കോമ കെ മാക്സ് പ്ലസ് 1 ആണ്. സോ കറക്റ്റ് 9 വരെയും ഐറ്ററേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മോഡൽ ക്രിയേറ്റീവ് ആണ്. മോഡൽ ഈക്വൽസ് നമ്മുടെ ആഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കാം, എൻ അണ്ടർസ്കോർ ക്ലസ്റ്റേഴ്സ് ഈക്വൽസ് കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലിങ്കേജ് ഈക്വൽസ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കോമ മെട്രിക്സ് അല്ലെങ്കിൽ മെട്രിക് ആണ് വരിക. മെട്രിക് ഈക്വൽസ് സിംഗിൾ കോട്സിൽ ഒരു ഇക്ലിഡിയൻ കൊടുത്തിട്ടുണ്ട്. സോ ഇന്ന മെട്രിക്സ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം, ലേബിൾസ് ആഡ് ചെയ്യാം. ലേബിൾസ് ഈക്വൽസ് കൊടുക്കുക മോഡൽ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ പ്രെഡിക്റ്റ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ട്, എക്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ അതേപോലെ തന്നെ സിൽ ഹൗസ് സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിൽ ഈക്വൽസ് സിൽ ഹോട്ട് അണ്ടർസ്കോർ കൊടുക്കുക, സ്കോർ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, എക്സ് കോമ ലേബിൾസ് കൊടുക്കുക. ആസ് എ സെയിം വേ നമുക്ക് എന്ത് ചെയ്യണം, ഡി ബിയും കൂടി കണ്ടുപിടിക്കാനുണ്ട്. സോ ഡി ബി ഈക്വൽസ് എന്താണ്, ഡേവിസ് ബോൾഡിൻ കോഡ് എക്സ് കോമ കൊടുക്കുക, ലേബിൾസ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ലാസ്റ്റ് എന്താണ്, റിസൾട്ട്സിൽ അപ്പൻഡ് ചെയ്യണം. സോ റിസൾട്ട്സ് ഡോട്ട് അപ്പൻഡ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് അഗെയിൻ ഒരു ബ്രാക്കറ്റും കൂടി കൊടുക്കുന്നുണ്ട്. ദെൻ കെ കോമ സിൽ കോമ ഡി പി, ഈ 3 വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുവാണ്, ആ ഒരു ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യുവാണ്. ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് ഫോളോ കഴിഞ്ഞതിന് ശേഷം ഇത് കൊടുക്കുക, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും കൂടി കൊടുക്കുക. പി ഡി ഡോട്ട് ഒരു ഡാറ്റ ഫ്രെയിം ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പി ഡി ഡോട്ട് ഡാറ്റ ഫ്രെയിം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, റിസൾട്ട്സ് കോമ ദെൻ കോളം നെയിംസ് വേണ്ടേ. സോ കോളംസ് ഈക്വൽസ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റത്തെ കെ ആണ്, ലോവർ കേസ് കൊടുത്താലും കുഴപ്പമില്ല, കോമ നെക്സ്റ്റ് കോളം എന്ത് കൊടുക്കുക, സിൽ ഔട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ കോമ ഡേവിസ് ബൗൾഡിൻ. ഇത്രയാണ് നമ്മൾ ആ ഒരു കോളം നെയിംസും കൂടി നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ദെൻ ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, നമുക്ക് ഫംഗ്ഷൻ ഇനി കോൾ ചെയ്യണം അല്ലേ. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, ഫംഗ്ഷനെ കോൾ ചെയ്യണം. സോ സ്കോർസ് ഈക്വൽസ് ഇത് കൊടുക്കുക, ട്രൈ അണ്ടർസ്കോർ കെ അണ്ടർസ്കോർ വാല്യൂസ് നമ്മുടെ ഫംഗ്ഷൻ നെയിം. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് കൊടുക്കുക, കോമ ലിങ്ക് ഈക്വൽസ് സിംഗിൾ കോട്സിൽ ഇത് കൊടുക്കുക, വാർഡ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം കോമ കെ അണ്ടർസ്കോർ മിൻ ഈക്വൽസ് 2 കൊടുക്കുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് കൊടുത്തതുകൊണ്ട് വാല്യൂ പാസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
പാസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ പാസ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈക്വൽസ് 10 കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സ്കോഴ്സ് കൊടുക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കെ വാല്യൂസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, സിൽഹൗട്ട് കിട്ടിയിട്ടുണ്ട്, ഡേവിസ് ബോൾഡിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പിൾ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാനിത് കംപ്ലീറ്റ്ലി ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പെട്ടെന്ന് കത്തിയിട്ടുണ്ടാവില്ല, ആദ്യമായിട്ട് കേൾക്കുന്നതല്ല, അത് കേൾക്കുമ്പോൾ റെഡി ആയിക്കോളൂ കേട്ടോ. നാളെ ഒന്നും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഈ ഹോൾസെയിൽ ഡാറ്റ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.